ക്യാമ്പസിന് പുറത്തുള്ളവരാണ് അഭിമന്യുവിനെയും അർജുനെയും കുത്തിയ ശേഷം രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവർ SDPI പ്രവർത്തകരാണെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മഹാരാജാസ് കോളേജിൽ SFI പ്രവർത്തകരെ നേരിടാൻ ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കൾ വിളിച്ചുവരുത്തിയത് പ്രത്യേക പരിശീലനം സിദ്ധിച്ച സംഘത്തെയാണെന്ന സംശയം ബലപ്പെടുന്നു. മരിച്ച അഭിമന്യുവിന്റെ നെഞ്ചു പിളർത്തി അകത്തേക്ക് കയറിയ കത്തി ഹൃദയം മുറിച്ചു കളഞ്ഞു. ഇതാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമായത്. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്റർ മാത്രം അകലെയുള്ള ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ അഭിമന്യുവിന്റെ ഹൃദയമിടിപ്പ് നിന്നിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള അർജുന്റെ കരളാണ് കുത്തിക്കീറിയിരിക്കുന്നത്. കരളിന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയാണ് അർജുന്റെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. ശരീരത്തിലെ പ്രധാന അവയവങ്ങളെ തകർക്കുന്ന മുറിവുകളാണ് അക്രമത്തിന് പിന്നിൽ പരിശീലനം സിദ്ധിച്ചവരാണെന്ന സംശയത്തിന് ഇട നൽകുന്നത്. ക്യാമ്പസിന് പുറത്തുള്ളവരാണ് അഭിമന്യുവിനെയും അർജുനെയും കുത്തിയ ശേഷം രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവർ SDPI പ്രവർത്തകരാണെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ പോരാട്ടത്തിന് സംഘടനയാണ് SFI. ചോര കൊണ്ട് വർഗീയതക്കെതിരെ മുദ്രാവാക്യം എഴുതിയ മാറേതെങ്കിലും സംഘടന നിങ്ങൾക്ക് ഈ രാജ്യത്ത് കാണിച്ചു തരാം. ചോര കൊണ്ട്